ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിൽ കിടിലൻ സെഞ്ചുറി നേടിയ യശസ്വി ജയ്സ്വാൾ രണ്ടാം ടെസ്റ്റിന്റെ തുടക്കത്തിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ബർമിംഗ്ഹാമിൽ ഇന്നലെ ആരംഭിച്ച മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ 87 റൺസാണ് ഇന്ത്യൻ ഓപ്പണർ സ്കോർ ചെയ്തത്. 107 പന്തുകളിൽ നിന്ന് 13 ഫോറുകൾ അടങ്ങുന്നതായിരുന്നു ജയ്സ്വാളിന്റെ ഇന്നിംഗ്സ്. മത്സരത്തിൽ ഇന്ത്യക്ക് മികച്ച തുടക്കം സമ്മാനിച്ചതിന് ശേഷമാണ് ജയ്സ്വാൾ പുറത്തായത്. ഈ ഇന്നിംഗ്സിലൂടെ ഒരു ശ്രദ്ധേയ നേട്ടവും യശസ്വി ജയ്സ്വാൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ബർമിംഗ്ഹാമിലെ എഡ്ജ്ബാസ്റ്റണിൽ നടക്കുന്ന ടെസ്റ്റ് മത്സരത്തിൽ ഒരു ഇന്ത്യൻ ഓപ്പണറുടെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡാണ് ജയ്സ്വാൾ സ്വന്തമാക്കിയിരിക്കുന്നത്. 1974 സുധീർ നായിക് നേടിയ 77 റൺസായിരുന്നു ഇത്രയും നാൾ ഈ വേദിയിൽ ഇന്ത്യൻ ഓപ്പണറുടെ ഏറ്റവും ഉയർന്ന സ്കോർ. അതാണ് ഇപ്പോൾ 51 വർഷങ്ങൾക്ക് ശേഷം ജയ്സ്വാൾ പഴങ്കഥയാക്കിയിരിക്കുന്നത്. ബർമിംഗ്ഹാമിൽ ഇന്ത്യൻ ഓപ്പണർമാരുടെ ഉയർന്ന സ്കോറുകൾ നോക്കിയാൽ 1974 സുധീർ നായിക്കിന്റെ 77 റൺസ്, 1979 സുനിൽ ഗവാസ്കർ 68 റൺസ്, 2022 ചേതേശ്വർ പൂജാര 66 റൺസ്, 1979 സുനിൽ ഗവാസ്കർ 61 റൺസ് എന്നിങ്ങനെയാണുള്ളത്. ഈ ലിസ്റ്റിലാണ് ജയ്സ്വാൾ ഇപ്പോൾ മുന്നിലെത്തിയിരിക്കുന്നത്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ലീഡ്സിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ 3 ദിവസത്തെ കളി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ നാണക്കേടിന്റെ റെക്കോർഡാണ് ജയ്സ്വാളിന് നേടേണ്ടി വന്നത്. ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടി തിളങ്ങിയ ജയ്സ്വാൾ ഫീൽഡിംഗിൽ വളരെയധികം നിരാശപ്പെടുത്തിയിരുന്നു. 3 ക്യാച്ചുകളാണ് ആ മത്സരത്തിൽ ജയ്സ്വാൾ വിട്ടുകളഞ്ഞത്. ഇത് 3ഉം ജസ്പ്രീത് ബുംറയുടെ പന്തിലായിരുന്നു. 3 ക്യാച്ചുകൾ വിട്ടുകളഞ്ഞതോടെ ഒരു ടെസ്റ്റ് ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യുന്ന ഇന്ത്യൻ ഫീൽഡർ എന്ന നാണക്കേടാണ് ജയ്സ്വാളിന്റെ പേരിലായത്. ജയ്സ്വാളിന്റെ മോശം ഫീൽഡിംഗ് പ്രകടനം കൊണ്ട് ജസ്പ്രീത് ബുംറയ്ക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി ലഭിച്ചത്. രണ്ടാം ദിവസത്തെ കളിയുടെ അവസാനമായിരുന്നു ജയ്സ്വാളിന്റെ ആദ്യത്തെ ക്യാച്ച് ഡ്രോപ്പ് സംഭവിച്ചത്. 15 റൺസ് എടുത്തു നിന്ന ഡക്കറ്റ് നൽകിയ ക്യാച്ചാണ് ജയ്സ്വാൾ താഴെയിട്ടത്. ഡക്കറ്റ് 62 റൺസ് നേടിയാണ് പിന്നീട് പുറത്താകുന്നത്. ഒല്ലി പോപ്പ് 60 റൺസിൽ നിൽക്കുമ്പോൾ നൽകിയ ക്യാച്ചും ജയ്സ്വാൾ താഴെയിട്ടു. 106 റൺസാണ് ഒല്ലി പോപ്പ് ഈ ഇന്നിംഗ്സിൽ നേടിയത്. ഹാരി ബ്രൂക്ക് 83 റൺസ് എടുത്ത് നിൽക്കുമ്പോൾ നൽകിയ ക്യാച്ചും ജയ്സ്വാൾ നഷ്ടപ്പെടുത്തുകയായിരുന്നു. 99 റൺസിലാണ് പിന്നീട് ബ്രൂക്ക് ഔട്ടാകുന്നത്. എന്തായാലും ആ നാണക്കേടിൽ നിന്ന് ആശ്വാസമാണ് ജയ്സ്വാളിന് ഇന്നലത്തെ മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. KL രാഹുലിന്റെ വിക്കറ്റ് തുടക്കം തന്നെ ഇന്ത്യക്ക് നഷ്ടമായി. 26 പന്തിൽ നിന്ന് 2 റൺസ് മാത്രം എടുത്ത രാഹുലിനെ ക്രിസ് ബോക്സ് പുറത്താക്കുമ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡിൽ 15 റൺസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. 3-ാം നമ്പറിലേക്ക് പ്രൊമോഷൻ ലഭിച്ച കരുൺ നായർ മികച്ച രീതിയിൽ കളിച്ചു തുടങ്ങി. മറുവശത്ത് ജയ്സ്വാളും ഫോമിലായതോടെ ഇന്ത്യൻ സ്കോർ കുതിക്കുകയായിരുന്നു. ലഭിച്ച മികച്ച തുടക്കം മികച്ച സ്കോറാക്കി മാറ്റാൻ പക്ഷേ കരുണിന് സാധിച്ചില്ല. 50 പന്തിൽ 31 റൺസ് എടുത്ത് കരുൺ വീണു. 5 ബൗണ്ടറികൾ അടങ്ങുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ്. ജയ്സ്വാളും ക്യാപ്റ്റൻ ഗില്ലും ചേർന്ന് പിന്നീട് ഇന്ത്യൻ ഇന്നിംഗ്സിനെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. സ്കോർ ബോർഡിൽ 161 റൺസ് എത്തിയപ്പോഴാണ് 81 റൺസ് നേടി ജയ്സ്വാൾ വീഴുന്നത്. ആദ്യ ടെസ്റ്റിൽ കളിച്ച ടീമിൽ 3 നിർണായക മാറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യ രണ്ടാം ടെസ്റ്റിൽ ഇറങ്ങിയിരിക്കുന്നത്. സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ, പ്രസിദ്ധ് കൃഷ്ണ, സായ് സുദർശൻ എന്നിവരെ പുറത്തിരുത്തിയ ഇന്ത്യ ആകാശ്ദീപ്, വാഷിംഗ്ടൺ സുന്ദർ, നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരെ പ്ലേയിങ് 11ലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ബുംറയെ വർക്ക് ലോഡ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ പുറത്തിരുത്തിയിട്ടുള്ളത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.